ഹലോ വെൽക്കം ടു Aamis ഫാം. 9th സ്റ്റാൻഡേർഡിൻ്റെ ഫിസിക്സിലെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. നമുക്കറിയാം റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഓരോ ഇയറും നമുക്ക് വരാറുള്ളത്. സോ ഇതിൽ നിന്നും എന്തായാലും 75% ഓഫ് ക്വസ്റ്റ്യൻസും ഉണ്ടായിരിക്കും. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപായിട്ട് നമ്മൾ ഇതുപോലെ നിങ്ങളുടെ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യാറുണ്ട്. നിങ്ങളതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക. ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് റെഫർ ചെയ്ത് കൊടുക്കുക കേട്ടോ. 40 മാർക്കാണ് നമുക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഈച്ച് നമുക്ക് 40 മാർക്സിലാണ് വരിക. 1.5 മണിക്കൂറാണ് ടൈം വരുന്നത് കേട്ടോ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആൻസർ any 3 questions from 1 to 4. Each question carry 1 score. 1 തൊട്ട് 4 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ 3 അറ്റൻഡ് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ള ഏതെങ്കിലും 3 മാത്രം അറ്റൻഡ് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ റിലേഷൻ ഫ്രം ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ സെക്കൻഡ് പെയർ. ഒന്നാം പദജോടി ബന്ധം കണ്ടെത്തി അനുയോജ്യമായി പൂരിപ്പിക്കുക. ഫസ്റ്റ് വൺ, ഇമ്പൾസ്, ആവേഗത്തിൻ്റെ ഇക്വേഷനാണ് തന്നിരിക്കുന്നത് കേട്ടോ. ബലം ഇൻറ്റു സമയം, ഫോഴ്സ് ഇൻറ്റു ടൈം ആണെന്നറിയാം. അങ്ങനെയാണെങ്കിൽ മൊമെൻറ്റം, ആക്കത്തിൻ്റെ ഇക്വേഷനാണ് ചോദിച്ചിരിക്കുന്നത്. മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്, മാസ് ഇൻറ്റു പ്രവേഗം. സെക്കൻഡ് വൺ, ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ, റൈറ്റ് ദ റീസൺ ഫോർ യുവർ ഇൻഫറൻസ്. കൂട്ടത്തിൽ പെടാത്തത് ഈ നിഗമനത്തിലെത്താനുള്ള കാരണം എഴുതുക. അപ്പോൾ ഒന്ന്, എ സ്ട്രക്ചർഡ് ബ്രോ, കുലച്ചു വെച്ച വില്ല്. റബ്ബർ ബാൻഡ് ഇൻ സ്ട്രക്ചർഡ് പൊസിഷൻ, വലിച്ചു നിർത്തിയിരിക്കുന്ന റബ്ബർ ബാൻഡ്. തേർഡ് വൺ, കംപ്രസ്ഡ് സ്പ്രിംഗ്, അമർത്തി വെച്ചിരിക്കുന്ന സ്പ്രിംഗ്. ഫോർത്ത് വൺ, വാട്ടർ സ്റ്റോർഡ് ഇൻ എ ഡാം, അണക്കെട്ടിലെ ജലം. അപ്പോൾ ഇതിൽ ഏതാണ് ഓഡ് വൺ ഔട്ട് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഓഡ് വൺ ഔട്ട് ലാസ്റ്റ് വൺ ആണ്, അണക്കെട്ടിലെ ജലം അല്ലെങ്കിൽ വാട്ടർ സ്റ്റോർഡ് ഇൻ എ ഡാം. എന്തുകൊണ്ടാണ്? അതേഴ്സ് ആർ പൊട്ടൻഷ്യൽ എനർജി ഡ്യൂ ടു സ്ട്രിങ്, മറ്റുള്ളവ സ്ഥിതികോർജ്ജമാണ്. ഒരു സ്ട്രിങ് കാരണം ഉണ്ടാവുന്നത്. എ സ്ട്രക്ചർഡ് ബോ, ഒരു വില്ല് എന്ന് പറയുമ്പോൾ അവിടെ നമ്മളൊരു സ്ട്രിങ് വലിക്കുമ്പോഴാണ് നമ്മൾ ഈ വില്ല്, അമ്പ് നമുക്കറിയാലോ. അതുപോലെ ഒരു റബ്ബർ ബാൻഡ് എന്ന് പറയുമ്പോൾ അതും ഒരു സ്ട്രിങ് ആണ്, വലിച്ചാൽ നീളുന്ന എന്തിനേയും നമ്മൾ സ്ട്രിങ് എന്ന് പറയാറുണ്ട്. അതുപോലെ കംപ്രസ്ഡ് സ്പ്രിങ്, സ്പ്രിങ്ങിൽ വരുന്നത് എന്താണ്? ഒരു സ്ട്രിങ് തന്നെയാണ്. സ്പ്രിങ് എന്നോ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഓഡ് വൺ ഔട്ട് അണക്കെട്ടിലെ ജലമാണ്, വാട്ടർ സ്റ്റോർഡ് ഇൻ എ ഡാം. അവിടെ മാത്രം ഒരു മോഷനും വരുന്നില്ല, അത് ആ വെള്ളം അവിടെ തന്നെ നിൽക്കുകയാണ്. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ, ചിത്രം നിരീക്ഷിക്കുക. ആ ഒരു പിക്ചർ ഒബ്സർവ് ചെയ്യുക. അതിൽ തന്നിരിക്കുന്നത് M1, M2, D എന്നിവയുടെ വില ഇരട്ടിയാക്കിയാൽ വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം എന്ത്? What change may happen the force when the value of M1, M2, D are double? ഈ 3 വാല്യൂസും കൂട്ടിക്കഴിഞ്ഞാൽ അവിടുത്തെ ഫോഴ്സ് അഥവാ ബലത്തിനുണ്ടാകുന്ന മാറ്റം എന്താണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബലത്തിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, G ഇൻറ്റു M1, M2 ബൈ D സ്ക്വയർ ആണെന്നറിയാം. ഇതെല്ലാം ഡബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? F ഈക്വൽ ടു G ഇൻറ്റു 2M1. ഡബിൾ ചെയ്യാണല്ലോ, അപ്പോൾ 2M1 2M2, അതുപോലെ D എന്ന് പറയുന്നത് 2D സ്ക്വയർ അങ്ങനെ വരും. ഓക്കെ, അപ്പോൾ നമ്മൾ അതൊന്ന് മാറ്റി എഴുതുമ്പോൾ G ഈക്വൽ ടു 2M1 ഇൻറ്റു 2M2 എന്ന് പറയുമ്പോൾ 4M1 M2 ബൈ 2D സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4D സ്ക്വയർ ആവും. 2നെ സ്ക്വയർ ചെയ്യുക, Dനെ സ്ക്വയർ ചെയ്യുക, അപ്പോൾ 4D സ്ക്വയർ. മുകളിലും താഴെയും 4 വരുന്നുണ്ട്, അതൊന്ന് കട്ട് ചെയ്യുക. അപ്പോൾ എന്താവും? ആദ്യത്തെ ഇക്വേഷൻ തന്നെയാണ് ലാസ്റ്റും വരുന്നത്, G ഇൻറ്റു M1 M2 ബൈ D സ്ക്വയർ. ആ 4 നമ്മൾ മുകളിലും താഴെയും കട്ട് ചെയ്ത് കളയുമ്പോൾ അപ്പോൾ ഒരു ചേഞ്ചും അവിടെ സംഭവിക്കുന്നില്ല. അങ്ങനെയാണ് മാറ്റമില്ലാതെ തുടരും, നോ ചേഞ്ച് എന്ന് എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, 1 കിലോഗ്രാം മാസുള്ള വസ്തുവിനെ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം ഉണ്ടാക്കാൻ ആവശ്യമായ ബലമാണ് ഡാഷ്. The force required to produce an acceleration of 1 meter per second square on a body of mass 1 kilogram is എത്രയാണ്? 1 തന്നെയാണ്. എങ്ങനെയത്? A ഈക്വൽ ടു 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഇവിടുത്തെ ആക്സിലറേഷൻ, ത്വരണം എന്ന് പറയുന്നത്. മാസ് എന്ന് പറയുന്നത് അവർ പറഞ്ഞു 1 കിലോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ 1 kg. നമുക്ക് ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ, ബലം കാണാനുള്ള ഇക്വേഷൻ എന്താണ്? F ഈക്വൽ ടു MA ആണ്. M എന്ന് പറയുന്നതും 1, നമ്മുടെ A എന്ന് പറയുന്നതും 1. 1 ഇൻറ്റു 1 ന്യൂട്ടൺ. അപ്പോൾ ആൻസർ എന്താ വരിക? 1 ന്യൂട്ടൺ. നെക്സ്റ്റ് സെക്ഷൻ, 5 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 7 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈച്ച് ക്വസ്റ്റ്യൻ ക്യാരി 2 മാർക്സ് ആണ് കേട്ടോ. ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത്, ദ വാല്യൂ ഓഫ് G ഓൺ എർത്ത് ആൻഡ് മൂൺ ആർ ഡിഫറെൻറ്റ്. കമ്പയർ ദ വെയ്റ്റ് ഓഫ് എ ബോഡി ഹാവിംഗ് മാസ് 100 കിലോഗ്രാം ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ആൻഡ് മൂൺ. വാല്യൂ ഓഫ് ജിയുടെ വാല്യൂ ബ്രാക്കറ്റിൽ വന്നിട്ടുണ്ട് 9.8 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതുപോലെ മൂണിൽ, എർത്തിൽ നമ്മുടെ G ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 9.8, മൂണിൻ്റെ അവിടെ ഗ്രാവിറ്റേഷണൽ പോയിന്റ് 1.62 ആണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യം. ഇനി മലയാളം ക്വസ്റ്റ്യൻ വായിക്കാം. ഭൂമിയുടെയും ചന്ദ്രൻ്റെയും ഗുരുത്വത്വരണം വ്യത്യസ്തമാണ്, നമ്മളറിയാം. 100 kg മാസമുള്ള ഒരു വസ്തുവിന് ഭൂമിയിലും ചന്ദ്രനിലും അനുഭവപ്പെടുന്ന ഭാരം താരതമ്യപ്പെടുത്തുക. ഭൂമിയിലെ ജിയുടെ മൂല്യം 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, ചന്ദ്രനിലെ G എന്ന് പറയുന്നത് 1.62 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഗുരുത്വാകർഷണമാണ് കേട്ടോ അത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇക്വേഷൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭാരം താരതമ്യം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഭാരം എന്ന് പറഞ്ഞാൽ വെയിറ്റ് കാണാനുള്ള ഇക്വേഷൻ മാസ് ഇൻറ്റു ഗ്രാവിറ്റി എന്നാണ്. മലയാളം മീഡിയം മാസ് ഇൻറ്റു ഗ്രാവിറ്റി എന്ന് എഴുതി വയ്ക്കുക, ഗുരുത്വാകർഷണം എന്ന് എഴുതി വയ്ക്കുക.
നമ്മുടെ എർത്ത്, വെയിറ്റ് ഓൺ എർത്ത്, ഭൂമിയിലെ ആ ഒരു ഭാരം എന്ന് പറയുന്നത് 100 ഇൻറ്റു 9.8 മാസ് ഇൻറ്റു ഗ്രാവിറ്റി. അതാണ് 100 നമ്മുടെ മാസ്, 9.8 നമ്മുടെ ഇവിടുത്തെ ഗുരുത്വാകർഷണ ബലം. അപ്പോൾ നമുക്ക് 980 ന്യൂട്ടൺ കിട്ടും. ഓക്കെ, 980 ന്യൂട്ടൺ. നമുക്കറിയാം 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് 9.8 ന്യൂട്ടൺ ആണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ആ ഒരു ന്യൂട്ടൺ എന്ന് പറയുന്നത് 980 ന്യൂട്ടൺ ആണ്. അത് നമുക്ക് കിലോഗ്രാം വെയിറ്റിലേക്ക് ആക്കണമെങ്കിൽ അത് നിങ്ങൾ എന്ത് വേണം, 9.8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1 കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് 9.8 ആണ്. അപ്പോൾ നമുക്ക് 980 ന്യൂട്ടൺ കാണണമെങ്കിൽ അത് നമ്മൾ 9.8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് 100 കിലോഗ്രാം വെയിറ്റ് കിട്ടും. ഇനി മൂണിലെ വെയിറ്റ് എന്ന് പറയുന്നത് അവിടെയും 100 തന്നെയാണ് മാസ്. അവിടുത്തെ ഗ്രാവിറ്റി അല്ലെങ്കിൽ അവിടുത്തെ ഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്നത് 1.62 ആണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്, അത് എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. മൂണിലായാലും എർത്തിലായാലും ഭൂമിയിലെ ആയാലും നമ്മുടെ ചന്ദ്രനിലെ ആയാലും. അപ്പോൾ നമുക്ക് 162 ന്യൂട്ടൺ കിട്ടും, 162 ന്യൂട്ടൺ. ഇതും നമ്മളെങ്ങനെ വേണം, ഡിവൈഡ് ബൈ 9.8 ചെയ്യണം. എന്തിനാണ്, കിലോഗ്രാം വെയിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 16.53 കിലോഗ്രാം വെയിറ്റ് കിട്ടും. നെക്സ്റ്റ് നമുക്ക് മാച്ച് ദ ഫോളോയിങ് ആണ്. വൈദ്യുതി ഇസ്തിരിപ്പെട്ടി, അവിടുത്തെ ഊർജ്ജ മാറ്റം എന്താണ്, എനർജി ട്രാൻസ്പോർഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അയൺ ബോക്സിൻ്റെ ആകുമ്പോൾ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് ചൂടായിട്ടാണല്ലോ മാറുന്നത്. അടുത്തത് വൈദ്യുതി ബൾബ്, ഇലക്ട്രിക് ബൾബ് ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജി ആയിട്ട് മാറുന്നുണ്ട്. വൈദ്യുതിയോർജ്ജം പ്രകാശോർജ്ജമായിട്ട് മാറുന്നു. ഇനി വൈദ്യുതി ഫാൻ, ഇലക്ട്രിക് ഫാൻ എങ്ങനെയാണ്, ഇലക്ട്രിക്കൽ എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ടാണ് മാറുന്നത്. നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോഴാണ് അതവിടെ വർക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ വൈദ്യുതി ജനറേറ്റർ, ഇലക്ട്രിക് ജനറേറ്റർ എന്ന് പറയുന്നത് മെക്കാനിക്കൽ എനർജി, അത് ചലിക്കുമ്പോഴാണ് നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്നത്, വൈദ്യുതോർജ്ജം കിട്ടുന്നത്. കറണ്ട് പോയാൽ ഈ ജനറേറ്റർ വർക്ക് ചെയ്യണം, എന്നാലേ നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുള്ളൂ. അപ്പോൾ മെക്കാനിക്കൽ എനർജി ആയിട്ട് യാന്ത്രികോർജ്ജമായതിനു ശേഷം വൈദ്യുതി ഇലക്ട്രിസിറ്റി കിട്ടുന്നു. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് 7th വൺ, ക്ലാസിഫൈ ദ ഫോളോയിങ് ഇൻസ്റ്റൻസ് ഇൻറ്റു ഇനേഷ്യ ഓഫ് മോഷൻ ആൻഡ് ഇനേഷ്യ ഓഫ് റെസ്റ്റ്. തന്നിരിക്കുന്ന സന്ദർഭങ്ങളെ ചലന ജഡത്വം അതുപോലെ നിശ്ചല ജഡത്വം എന്നിങ്ങനെ തരംതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. വെൻ എ റണ്ണിങ് ബസ് സ്റ്റോപ്പ് സഡൻലി പാസഞ്ചേഴ്സ് ടെൻ ടു ഫോൾ മൂവ്മെൻറ്റ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താ, ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സാണ്. അപ്പോൾ ബസ് പെട്ടെന്ന് നിർത്തുമ്പോൾ നിന്നുകൊണ്ട് യാത്ര ചെയ്യുന്നവർ മുന്നോട്ട് വീഴാനുള്ള പ്രവണത കാണിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് നിർത്തുമ്പോൾ അവർ വീണ്ടും മുന്നോട്ട് പോവുക. അപ്പോൾ അവിടെ ഒരു ചലനമാണ് ഉണ്ടാവുന്നത്, മോഷനാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇനേഷ്യ ഓഫ് മോഷൻ, ചലന ജഡത്വം എന്ന് പറയും. ഓക്കെ, ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് നിർത്തുമ്പോൾ ആൾക്കാർ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നതാണ്, ആൾക്കാർ മുന്നോട്ട് പോവുകയാണ്, ചലിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇനേഷ്യ ഓഫ് മോഷൻ, ചലന ജഡത്വം എന്ന് പറയുന്നത്. അടുത്തത് എ ഫാൻ കണ്ടിന്യൂ ടു റൊട്ടേറ്റ് വെൻ ഫോർ എ വൈൽ ഈവൻ ആഫ്റ്റർ ഇറ്റ് സ്വിച്ച്ഡ് ഓഫ്. പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫാൻ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ടും അല്പസമയം കൂടി കറങ്ങുന്നു. അതും എന്താണ്, ചലന ജഡത്വമാണ്. വീണ്ടും മൂവ്മെൻറ്റ് വരുന്നുണ്ടല്ലോ, ഇനേഷ്യ ഓഫ് മോഷൻ. സി ക്വസ്റ്റ്യൻ, ദ മാംഗോ ഫാൾസ് ഡൗൺ വെൻ ബ്രാഞ്ചസ് ആർ ഷെയ്ക്ക്ഡ്. മാവിൻ്റെ കൊമ്പ് കുലുക്കുമ്പോൾ അത് ചലിക്കാൻ തുടങ്ങുന്ന അവസരത്തിൽ മാങ്ങ അടർന്നു വീഴുന്നു. അതെന്താണ്, നിശ്ചല അവസ്ഥയിൽ നിൽക്കുന്നത് അല്ലേ, ഒരു മാവ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയല്ല, നിശ്ചല അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ്. അപ്പോൾ ഇനേഷ്യ ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ നിശ്ചല ജഡത്വം എന്ന് പറയാം. ഡി, ഇറ്റ് ഈസ് പോസിബിൾ ടു സ്ട്രൈക്ക് ഔട്ട് എ സിംഗിൾ ക്യാരം കോയിൻ വിത്തൗട്ട് ഡിസ്റ്റർബിങ് അതേഴ്സ് ഫ്രം എ സെറ്റ് ഓഫ് കോയിൻ സ്റ്റക്ക് ടു വൺ ഓവർ ദ അതർ. ഒന്നിനു മീതെ ഒന്നായി അടക്കി വെച്ച ക്യാരം കോയിനുകൾ സ്ട്രൈക്കർ ഉപയോഗിച്ച് തട്ടുമ്പോൾ ഏറ്റവും അടിയിലുള്ള കോയിൻ മാത്രം തെറിച്ചു പോവുകയും മറ്റുള്ളവ യഥാസ്ഥാനത്ത് പതിക്കുകയും ചെയ്യുന്നു. ഇതും എന്താണ്, അവിടെ അനങ്ങാതിരിക്കുന്ന ആളെയാണ് നമ്മൾ തട്ടുന്നത്. അപ്പോൾ അനങ്ങാതിരിക്കുകയാണല്ലോ, അപ്പോൾ നമ്മൾ ഇനേഷ്യ ഓഫ് റെസ്റ്റ് അല്ലെങ്കിൽ നിശ്ചല ജഡത്വം എന്ന് എഴുതുക. 8th ക്വസ്റ്റ്യൻ, കസേരയിൽ ഇരിക്കുന്ന ഒരു കുട്ടി താൻ ഇരിക്കുന്ന കസേര സ്വയം ഉയർത്താൻ ശ്രമിക്കുന്നു. കുട്ടിക്ക് കസേര ഉയർത്താൻ സാധിക്കുമോ? ഉത്തരം സാധൂകരിക്കുക. A girl sitting on a chair is trying to lift the same chair by herself. Will it be possible to lift a chair while sitting on it? നമ്മളൊരു ചെയറിൽ ഇരുന്നിട്ട്, നമ്മൾ ടെക്സ്റ്റിൽ ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വണ്ടിയുടെ അകത്ത് കയറി ഇരുന്ന് നമുക്ക് വണ്ടിയെ തള്ളാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ട്. പറ്റില്ല. നമ്മൾ പുറമേ നിന്നാണ് എപ്പോഴും ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുത്താലേ വണ്ടി മൂവ് ചെയ്യുള്ളൂ. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആ ചെയറിൽ കയറി ഇരുന്നിട്ട് ചെയർ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റില്ല. പുറമേ നിന്നൊരു പുഷ് ചെയ്താൽ മാത്രമേ പറ്റുള്ളൂ. ചെയർ കാല് വെച്ച് നിരക്കാമെന്നൊക്കെ പറയും, പക്ഷേ അതല്ല പറയുന്നത്. ചെയറിൽ കംപ്ലീറ്റ് ആയിട്ട് ഇരുന്നിട്ട് നമുക്കത് പുഷ് ചെയ്യാൻ പറ്റൂ, ഇല്ല. സോ നോ, ഇറ്റ് ഈസ് ഇൻറ്റേർണൽ ഫോഴ്സ് വിച്ച് ഹാസ് നോ എഫക്റ്റ്. ഇല്ല, അതൊരു ഫലമില്ലാത്ത ആന്തരിക ശക്തിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഔട്ട് ദ അപ്രോപ്രിയേറ്റ് ലോ ഫോർ ദ ഗിവൻ സിറ്റുവേഷൻ. തന്നിരിക്കുന്ന സന്ദർഭങ്ങൾക്ക് അനുയോജ്യമായ നിയമം കണ്ടെത്തി എഴുതുക. ഫസ്റ്റ് വൺ, when the tip of an inflated balloon is released, the balloon moves in a direction opposite to the direction of motion of air.
ഊതി വീർപ്പിച്ച ബലൂണിൻ്റെ അഗ്രം സ്വതന്ത്രമാക്കുമ്പോൾ വായുപ്രവാഹ ദിശയ്ക്ക് എതിർദിശയിൽ ബലൂൺ ചലിക്കുന്നു. ഇത് ഏത് നിയമമാണെന്നാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. അപ്പോൾ ഒരു മൂവ്മെൻറ്റ് ഒരു ഡയറക്ഷനിലേക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു ലോ എന്ന് പറയുന്നത് തേർഡ് ലോ ഓഫ് മോഷനാണ്, മൂന്നാം ചലന നിയമം. തേർഡ് ലോ ഓഫ് മോഷൻ, മൂന്നാം ചലന നിയമം ഇങ്ങനെയാണ്: ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ പ്രതികരണമുണ്ട്. അതുകൊണ്ടാണ് ആ ബലൂണിൻ്റെ ജസ്റ്റ് ആ ടിപ്പ് നമ്മൾ അഴിച്ചു വിട്ടപ്പോൾ ആ കാറ്റ് ഒരു വശത്തേക്കും ബലൂൺ ഒരു വശത്തേക്കും പോയത്. അപ്പോൾ എതിരെയുള്ള റിയാക്ഷനാണ് ഉണ്ടാവുക. നെക്സ്റ്റ് വൺ ബി, വെൻ എ ബസ് മൂവ്സ് ഫോർവേഡ് സഡൻലി ഫ്രം റെസ്റ്റ് ദ സ്റ്റാൻഡിംഗ് പാസഞ്ചേഴ്സ് ടെൻഡ് ടു ഫോൾ ബാക്ക്. നിർത്തിയിട്ടിരിക്കുന്ന ബസ് പെട്ടെന്ന് മുന്നോട്ട് എടുക്കുമ്പോൾ യാത്രക്കാർ പിന്നിലേക്ക് വീഴുന്നു. അതിൻ്റെ ലോ എന്ന് പറയുന്നത് ഫസ്റ്റ് ലോ ഓഫ് ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ, അല്ലെങ്കിൽ ന്യൂട്ടണിൻ്റെ ഒന്നാം ചലന നിയമമാണ്. ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്, ന്യൂട്ടൻ്റെ ആദ്യത്തെ ചലന നിയമം എന്ന് പറയുന്നത് നമുക്ക് മോഷൻ, ഇനേഷ്യ ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന ജഡത്വം എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, എന്തുകൊണ്ടാണ്? ആൻ ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് റിമൈൻസ് അറ്റ് റെസ്റ്റ് ആൻഡ് ആൻ ഒബ്ജക്റ്റ് ഇൻ മോഷൻ റിമൈൻസ് ഇൻ മോഷൻ അറ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡ് ആൻഡ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ അൺലെസ് ആക്റ്റഡ് ഓൺ ബൈ ആൻ അൺബാലൻസ്ഡ് ഫോഴ്സ്. ഇത്രയുള്ളൂ. നിശ്ചലാവസ്ഥയിലുള്ള ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ തുടരുന്നു. കൂടാതെ ചലനത്തിലുള്ള ഒരു വസ്തു അസന്തുലിതമായ ബലം പ്രവർത്തിക്കാത്ത പക്ഷം സ്ഥിരമായ വേഗതയിലും നേർരേഖയിലും ചലനത്തിലായിരിക്കും. അപ്പോൾ ഒരു മൂവ്മെൻറ്റ്, ഒരു ബസ് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതൊരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ അതിന് ചലനങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ, ആ ഒരു ബ്രേക്ക് അമർത്തുക എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫോഴ്സാണ്, വേറൊരു ബലമാണല്ലോ. അപ്പോൾ ആൾക്കാർ മുന്നോട്ട് മൂവ് ചെയ്യണം. അപ്പോൾ അതിനെയാണ് നമ്മൾ ഇനേഷ്യ ഓഫ് മോഷൻ അല്ലെങ്കിൽ ചലന ജഡത്വം എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി ഡ്യൂറിങ് എ പോൾ വോൾട്ട് ജംപ് ദ ഇമ്പാക്ട് ഈസ് റെഡ്യൂസ്ഡ് ബൈ ഫോളിങ് ഓൺ ദ ഫോം ബെഡ്. പോൾ വോൾട്ട് ചാടുമ്പോൾ ഫോം ബെഡിൽ വീഴുന്നത് മൂലം ആഘാതം കുറയുന്നു. ഇത് സെക്കൻഡ് ലോ ഓഫ് മോഷൻ ആണ്. അത് പറയുന്നത് ഇത്രയേ ഉള്ളൂ: ഇമ്പൾസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. ആഘാതം, അവിടെ ഉണ്ടാകുന്ന ആ ഒരു ആഘാതം വിപരീത അനുപാതമാണ് സമയമായിട്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടുത്തെ ലോ. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ, നമ്മളൊരു ഫോഴ്സിൽ അവരിങ്ങനെ ചാടി വരുമ്പോൾ സമയം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ആഘാതം കുറയുന്നുണ്ട്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, വിപരീത അനുപാതം എന്ന് പറഞ്ഞാൽ സമയം കൂടുമ്പോൾ ആഘാതം കുറയുന്നു, സമയം കുറയുമ്പോൾ ആഘാതം കൂടുന്നു. ആഘാതം എന്ന് പറഞ്ഞാൽ എന്താ? വീഴുമ്പോൾ ആ വീഴ്ചയുടെ ശക്തി അല്ലെങ്കിൽ നമുക്ക് ഏൽക്കുന്ന ആ ഒരു ഫോഴ്സ്. നെക്സ്റ്റ് ഡി, ഗ്യാസ് അറ്റ് ഹൈ പ്രഷർ പുഷ്ഡ് ഔട്ട് ഫ്രം ദ ചാമ്പേഴ്സ് ഓഫ് റോക്കറ്റ് കോസസ് റോക്കറ്റ് പ്രൊപ്പൾഷൻ. റോക്കറ്റിൽ അറകളിൽ നിന്ന് ഉന്നത മർദ്ദത്തിലുള്ള വാതകം പുറത്തേക്ക് പോകുന്നതിൻ്റെ ഫലമായി റോക്കറ്റ് കുതിക്കുന്നു. നമ്മൾ തേർഡ് ലോ ഓഫ് മോഷനാണ്. ആദ്യം തന്നെ പറഞ്ഞു, നമ്മളൊരു ആക്ഷൻ അവിടെ കൊടുക്കുമ്പോൾ അതിനൊരു റിയാക്ഷൻ ഉണ്ടായിരിക്കും, ഈക്വൽ ആയിരിക്കും വിപരീതമായിരിക്കും. റോക്കറ്റ് പോകുന്നത് കണ്ടിട്ടില്ലേ? താഴേക്ക് അതിൻ്റെ ഗ്യാസും മുകളിലേക്ക് റോക്കറ്റുമാണ് പോകുന്നത്. നെക്സ്റ്റ് 10th ക്വസ്റ്റ്യൻ, എ ബോഡി ഓഫ് മാസ് 10,000 kilogram and another body of mass 4,000 kilogram are separated by a distance of 2 meter. വാട്ട് ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ദം? ഇവിടെ നമുക്ക് ഗ്രാവിറ്റിയുടെ മെഷർമെൻറ്റ് തന്നിട്ടുണ്ട് കേട്ടോ, ജി എന്ന് പറഞ്ഞിട്ട്. 10,000 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 4,000 കിലോഗ്രാം മാസുള്ള മറ്റൊരു വസ്തുവിൽ നിന്ന് 2 മീറ്റർ അകലത്തിലാണെങ്കിൽ വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം എത്ര? ആകർഷണ ബലം, ഫോഴ്സ് കാണാനുള്ള ഇക്വേഷനാണ് അട്രാക്ഷൻ ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ജി ഇൻറ്റു M1M2/D2. M1 M2 എന്ന് വെച്ചാൽ M1 × M2. ഇവിടെ ജി എന്ന് പറയുന്ന മെഷർമെൻറ്റ് തന്നിട്ടുണ്ട് 6.67 × 10⁻⁻11 ഇൻറ്റു ആദ്യത്തെ 10,000, 10,000 കിലോഗ്രാം ആണ് ആദ്യം തന്നിരിക്കുന്ന മാസ്. അപ്പോൾ M1 10,000 ഇൻറ്റു 4,000 രണ്ടാമത്തെ 4,000 ബൈ 4 എന്ന് പറയുന്നത് 2 മീറ്റർ ആണ് ഇവിടുത്തെ ഡിസ്റ്റൻസ്, ദൂരം. അതിൻ്റെ സ്ക്വയർ, ഡി സ്ക്വയർ എന്നല്ല പറഞ്ഞിരിക്കുന്നത്, അപ്പോൾ 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ അത് നമ്മളൊന്ന് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിട്ട് മാറും? അവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് 10,000 എന്നുള്ളത്, 10,000 എന്നുള്ളത് നമുക്ക് 4 0 അല്ല, അപ്പോൾ നമുക്ക് 10⁻⁴ എന്ന് എഴുതാം. ഇൻറ്റു 4,000, 4,000 എന്നുള്ളത് 4 × 10⁻³ എന്ന് പറഞ്ഞാൽ എന്താ? 10⁻³ 1000ആണ്. അപ്പോൾ 1000 × 4 4,000. അപ്പോൾ അങ്ങനെ എഴുതാം ബൈ 4. ആ ഒരു മുകളിലും താഴെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് 4 രണ്ട് സ്ഥലത്തും എഴുതുന്നുണ്ട്. ആ 4 നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റും. ആ കട്ട് ചെയ്ത് കളയുമ്പോൾ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് 6.67 × 10⁻⁻11 ഇൻറ്റു 10⁴ × 10⁻³ 10⁴ 10⁻³ അവിടെ 4 3 അങ്ങനെ 2 നമ്പേഴ്സാണ് വരുന്നത്. അപ്പോൾ 2ഉം 10 ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 4ഉം 3ഉം കൂടി കൂട്ടുക, 10⁻⁷ ആയിട്ട് മാറും. ഇനി നമ്മുടെ ഇക്വേഷനിലേക്ക് ഒന്നും കൂടി വരുമ്പോൾ 6.67 × 10⁻⁻11 ഇൻറ്റു 10⁻⁷ ആവും. അങ്ങനെയായിരിക്കും മാറുക. അപ്പോൾ -11 നമ്മൾ നേരത്തെ എന്താ ചെയ്തു? 4ഉം 3ഉം കൂടി കൂട്ടി,
ഇവിടെ -11ഉം 7ഉം കൂടി കൂട്ടുക. -11 + 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസും പ്ലസും വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ സൈൻ ഇടുക. 11ൽ നിന്ന് 7 പോയി കഴിഞ്ഞാൽ 4, വലുതിൻ്റെ സൈൻ മൈനസ് ആണ്. അപ്പോൾ 6.67 × 10⁻⁻4 ന്യൂട്ടൺ ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ കേട്ടോ. ക്ലിയർ ആയല്ലോ? അതിനൊക്കെ നമ്മളൊന്ന് മാറ്റി ചെറിയ രൂപത്തിലേക്ക് ആക്കി തീർക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ. 11th question. All are aware of Newton's third law of motion. ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം എവർക്കും പരിചിതമാണല്ലോ. When a man jumps from a boat to the shore, even though action and reaction are equal and opposite, they do not cancel each other. He can jump forward. Explain the reason. തോണിയിൽ നിന്ന് കരയിലേക്ക് ചാടുമ്പോൾ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തമ്മിൽ വിപരീതവുമാണെന്ന് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം വ്യക്തമാക്കുന്നു. എന്നാൽ അവ പരസ്പരം റദ്ദാക്കപ്പെടുന്നില്ല. എന്തുകൊണ്ട്? നമുക്കറിയാം, ഒരു റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ, ഒരു ആക്ഷൻ ചെയ്യുമ്പോൾ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഈക്വൽ ആയിട്ടുള്ള റിയാക്ഷൻ വരുന്നുണ്ട്. സോ ഇവിടുത്തെ ആൻസർ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ടേക്കിംഗ് പ്ലേസ് ഓൺ 2 ഡിഫറെൻറ്റ് ഒബ്ജക്ട്സ്, സോ ദേ ഡു നോട്ട് ക്യാൻസൽ ഈച്ച് അതർ. 2 വ്യത്യസ്ത വസ്തുക്കളിൽ പ്രവർത്തനവും പ്രതികരണവും നടക്കുന്നു, അതിനാൽ അവർ പരസ്പരം റദ്ദാക്കുന്നില്ല. ഇവിടെ ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? തോണിയിൽ നിന്നൊരു ബലം എടുത്തിട്ടാണ് ചാടുന്നത്. അപ്പോൾ അത് തോണിയാണ് അവിടുത്തെ ഫസ്റ്റ് ഒബ്ജക്റ്റ്. ചാടുന്നത് എങ്ങടാ? കരയിലേക്കാണ്. അത് രണ്ടാമത്തെ ഒബ്ജക്റ്റ്. അങ്ങനെ 2 ഒബ്ജക്റ്റിൽ ഒരു ആക്ഷനും ഒരു റിയാക്ഷനും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 2 ഒബ്ജക്റ്റ് ആയതുകൊണ്ട്, 2 വസ്തുക്കളായതുകൊണ്ടാണ് അതവിടെ ക്യാൻസൽ ചെയ്ത് പോവാത്തത്, റദ്ദായി പോവാത്തത്. B question. If we push a cart on mud, it won't move. What may be the reason? ചതുപ്പ് നിലത്ത് അകപ്പെട്ടു പോയ ഒരു വണ്ടിയെ തള്ളി നീക്കാൻ കഴിയുന്നില്ല. കാരണം വ്യക്തമാക്കുക. ബിക്കോസ് നോ റിയാക്ഷൻ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം മഡ്. കാരണം ചെളിയിൽ നിന്ന് ഒരു പ്രതികരണവും ലഭിക്കുന്നില്ല. ചതുപ്പ് നിലത്തുനിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു നിലം അങ്ങോട്ട് ഫോഴ്സ് കൊടുത്താലേ ഇത് മൂവ് ചെയ്യുള്ളൂ. ആ നിലത്തിൽ നിന്ന് വണ്ടിക്ക് ഒരു ഫോഴ്സും അവർ കൊടുക്കുന്നില്ല. അതുകൊണ്ടാണ് വണ്ടി മൂവ് ചെയ്യാത്തത്. 12th question. When 2 boys are pushing the table from opposite side with equal force, the table continue in its state of rest. 2 കുട്ടികൾ എതിർ ദിശകളിൽ നിന്ന് തുല്യ ബലം ഉപയോഗിച്ച് മേശ തള്ളുമ്പോൾ മേശ നിശ്ചലമായി തുടരുന്നു. Which law is associated with this? ഈ ന്യൂട്ടൻ്റെ ഏത് നിയമമാണ് ഇതിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത്? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ ആണ്, ആദ്യത്തെ ചലന നിയമമാണ്. ഹിയർ ദ ഫോഴ്സ് ഈസ് ബാലൻസ്ഡ്. ന്യൂട്ടൻ്റെ ആദ്യത്തെ ചലന നിയമത്തിലെ ബലം സന്തുലിതാവസ്ഥയിലാണ്. ഈക്വൽ ഫോഴ്സ് കൊടുക്കുമ്പോഴാണ് അതിന് റെസ്റ്റ് കണ്ടീഷനിലായിരിക്കും. നമ്മൾ പറഞ്ഞു, നമ്മൾ 2 ആളും കൂടിയിട്ട് ഇപ്പോൾ ഒരു ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളാൻ വിചാരിക്കുക, ആ ടേബിൾ മൂവ് ചെയ്യില്ല. എങ്ങനെ മൂവ് ചെയ്യാണ്ടിരിക്കുക? 2 ആളും ഒരേ ഫോഴ്സ് ആണെങ്കിൽ കേട്ടോ. ഞാനിവിടുന്ന് 5 ന്യൂട്ടനും അപ്പുറത്തെ ആൾ എന്നേക്കാൾ നല്ല ബലമുള്ള ആളാണെങ്കിൽ ആളവിടുന്ന് ഒരാൾ 10 ന്യൂട്ടൺ ഫോഴ്സ് ബലം കൊടുക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താ ഉണ്ടാവുക? ആ 10 ന്യൂട്ടൺ ഫോഴ്സ് ആരാണോ കൊടുക്കുന്നത് അയാളുടെ എതിർദിശയിൽ ആ ഒരു ടേബിൾ മൂവ് ചെയ്യും. അപ്പോൾ ഇവിടെ 2 ആളും ഈക്വൽ ഫോഴ്സ് ആയതുകൊണ്ട് ടേബിൾ റെസ്റ്റ് കണ്ടീഷനിലായിരിക്കും. അപ്പോൾ ഇവിടെ ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ ആണ്. ന്യൂട്ടൻ്റെ ഫസ്റ്റ് ലോ എന്താണ്? ടേബിൾ എപ്പോഴും റെസ്റ്റ് കണ്ടീഷൻ, ടേബിൾ എന്നല്ല, ഒരു ഒബ്ജക്റ്റ് ഒരു റെസ്റ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിൽ തുടരും എപ്പോഴാണ്? ഈക്വൽ ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ. B question. State the law. ഈ നിയമം പ്രസ്താവിക്കുക. Every object continue in its state of rest or uniform motion along a straight line unless an unbalanced external force act on it. This is Newton's first law of motion. ഒരു അസന്തുലിതമായ ബാഹ്യബലം പ്രവർത്തിക്കാത്തിടത്തോളം ഓരോ വസ്തുവും അതിൻ്റെ നിശ്ചലാവസ്ഥയിലോ നേർരേഖയിലോ സമാന ചലനത്തിലോ തുടരുന്നതാണ്. ഇപ്പോൾ 2 ആളും ഈക്വൽ ഫോഴ്സാണ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റെസ്റ്റ് കണ്ടീഷനിലായിരിക്കും. ഒരു എക്സ്റ്റേണൽ കൂടുതലായിട്ടുള്ള ഫോഴ്സ് വന്ന് ഉന്തിയാൽ മാത്രമേ അതൊന്ന് മൂവ് ചെയ്യുള്ളൂ. അതുവരെ അത് റെസ്റ്റ് കണ്ടീഷനിൽ ഇരിക്കും, നിശ്ചലാവസ്ഥയിൽ ഇരിക്കും. Next, 13th question. A spring balance with the body suspended from it is allowed to fall. ഒരു സ്പ്രിംഗ് ത്രാസിൽ തൂക്കിയിട്ടിരിക്കുന്ന വസ്തുവിനെ ത്രാസ് ഉൾപ്പെടെ താഴേക്ക് വീഴാൻ അനുവദിക്കുന്നു. ഈ സമയത്ത് ത്രാസിൽ കാണിക്കുന്ന റീഡിംഗ് എത്രയായിരിക്കും? വാട്ട് വിൽ ബി ദ റീഡിംഗ് ഓൺ ദ ബാലൻസ് ഡ്യൂറിങ് ദ ഫോൾ? നമ്മളൊരു ത്രാസിൽ വെയിറ്റ് ഒക്കെ നോക്കുന്ന ത്രാസില്ലേ, അതിൽ എന്ത് ചെയ്തു? ഒരു വസ്തു എടുത്തു, എന്നിട്ട് നമ്മൾ ആ ത്രാസ് ഉടക്കുന്നത് നിലത്തേക്ക് കിട്ടും. അപ്പോൾ അതിലെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ റീഡിങ് അല്ലെങ്കിൽ എന്താ പറയുക, അതിൽ കാണുന്ന സംഖ്യ എത്രയായിരിക്കും എന്ന് ചോദിക്കുന്നത്. 0 ആയിരിക്കും. കാരണം നിലത്ത് വീണ് കിടക്കുന്നതിന് എന്തെങ്കിലും ബാലൻസ് ഉണ്ടാവില്ല, 0 ആയിരിക്കും. വാട്ട് ഡു യു മീൻ ബൈ ഫ്രീ ഫോൾ? നിർബാധ പതനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഒരു ശരീരം ഒരു നിശ്ചിത ഉയരത്തിൽ നിന്ന് വീഴാൻ അനുവദിക്കുമ്പോൾ അത് ഗുരുത്വാകർഷണ ബലം മൂലം ഭൂമിയിലേക്ക് പതിക്കുന്നു. ഇത് നിർബാധ പതനമാണ്. When a body is allowed to fall from a certain height, it falls to the earth due to the force of gravity. This is free fall.
നെക്സ്റ്റ് സെക്ഷൻ ആണ് ആൻസർ ഇനി 5 ക്വസ്റ്റ്യൻ ഫ്രം 14 to 19 14 തൊട്ട് 19 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 5 എണ്ണം അറ്റൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 മാർക്ക് വീതമാണ് കേട്ടോ. അപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളാണ്, കുറേ എഴുതേണ്ട ആവശ്യമില്ല. സോഷ്യൽ പോലെ ഇതിൽ എ ബി സി അങ്ങനെ പറഞ്ഞ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ 1 മാർക്ക് അങ്ങനെയായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഇവിടെ മെറ്റൽ ബോൾസ് ഓഫ് സെയിം സൈസ് ആൻഡ് മാസ് ആർ അറേഞ്ച്ഡ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ചിത്രത്തിൽ കാണുന്നത് പോലെ ഒരേ മാസും ഒരേ വലിപ്പവുമുള്ള ലോഹഗോളങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഒരേ വലിപ്പം ഒരേ മാസ് കേട്ടോ. അവരിങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. മൂവ് ദ ബോൾസ് എ ബി സ്ലൈറ്റ്ലി ബാക്ക് ആൻഡ് റിലീസ് ഇറ്റ് ഫോർവേഡ് ടു ഹിറ്റ് സി. വാട്ട് ഹാപ്പൻ? എ ബി എന്നീ ഗോളങ്ങൾ അല്പം പുറകിലേക്ക് മാറ്റി സിയിൽ ഇടിപ്പിച്ചാൽ എന്തു സംഭവിക്കും? ആരാ മൂവ് ചെയ്യുക? എഫും ജിയും ആണ് മൂവ് ചെയ്യുക. ഇവിടുന്ന് എ ബി രണ്ടാൾക്കാരെയാണല്ലോ എടുത്ത് പുറകോട്ടാക്കിയിട്ട് നമ്മൾ സിനെ പോയിട്ട് അടിക്കാൻ വേണ്ടി വിടുന്നത്. അപ്പോൾ 2 എണ്ണം നമ്മൾ പുറകിലേക്ക് വലിച്ച് 2 എണ്ണത്തിൻ്റെ ഫോഴ്സ് വരുമ്പോൾ അതേ ഫോഴ്സിലുള്ള ആൾക്കാരെ തന്നെ അവിടുന്ന് പോവുള്ളൂ. അപ്പോൾ ഇവിടുന്ന് 2 എണ്ണം വിട്ട് കഴിഞ്ഞാൽ അവിടുന്ന് എഫ് ജി എന്ന് പറയുന്ന അവസാനം കിടക്കുന്ന 2 ആൾക്കാർ മുന്നോട്ട് പോകും. അപ്പോൾ എഫ് ആൻഡ് ജി മൂവ് ഫോർവേഡ്, എഫും ജിയും മുന്നോട്ട് പോകുന്നു എന്ന് എഴുതുക. മൂവ് ദ ബോൾസ് ഡി ഇ എഫ് ജി സ്ലൈറ്റ്ലി ബാക്ക് ആൻഡ് റിലീസ് ഇറ്റ് ഫോർവേഡ് ടു ഹിറ്റ് സി. വാട്ട് ഹാപ്പൻ? ഡിയും ഇയും എഫും ജിയും ഇത് 3ഉം കൂടി എന്ത് വേണം? പുറകിലേക്ക് ഇട്ടിട്ട് വലിച്ചു വിടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ ഉണ്ടാവുകയെന്ന് ചോദിക്കുന്നത്. നമുക്കറിയാം ഇവിടുന്ന് കൊടുക്കുന്ന അതേ ഫോഴ്സിൽ തന്നെ അപ്പുറത്തുനിന്നും ആൾക്കാർ പോവും. ഇവിടുന്ന് ഡി ഇ എഫ് ജി ആണ് കുറച്ച് പിന്നിലോട്ട് വലിച്ചിട്ട് വിടുന്നത്. ഡി ഇ എഫ് ജി എന്ന ഗോളങ്ങൾ പുറകിലേക്ക് മാറ്റി സിയിൽ ഇടിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? ഡി ഇ എഫ് ജി എന്ന് പറഞ്ഞാൽ 4 എണ്ണം ഉണ്ട്. അപ്പുറത്ത് എ ബി സി 3 എണ്ണം ഉള്ളൂ. അപ്പോൾ എന്താ ചെയ്യുക? 4ാമത്തെ ആളും കൂടി പോവും. ഇവിടുന്ന് കൊടുക്കുന്ന അതേ ഫോഴ്സ് തന്നെ അപ്പുറത്തുനിന്ന് പോകണം. അപ്പോൾ എ ബി സി ഡി മൂവ്സ് ഫോർവേഡ്. എ ബി സി ഡി ഡിയും കൂടി എടുത്തിട്ട് അവർ പോവുള്ളൂ. കാരണം 4 ആളെയും കൂടി 4 ആൾ ഒരുമിച്ചേ കൊടുക്കുള്ളൂ. ഇവിടുന്ന് കൊടുക്കുന്ന അതേ ഫോഴ്സ് തന്നെ അപ്പുറത്തുനിന്ന് പോവും. ഓക്കെ, ഇനി റൈറ്റ് ദ ലോ അസോസിയേറ്റഡ് വിത്ത് ദിസ്. ഇതിന് ആസ്പദമായ നിയമം ഏത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം ആണ്. എന്തുകൊണ്ടാണ്? ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഫോഴ്സ് ദ മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം ഈസ് കോൺസ്റ്റൻറ്റ്. ഇവിടെ വേറെ ആരും വന്നിട്ട് ഫോഴ്സ് കൊടുക്കുന്നില്ല. അപ്പോൾ ഇവിടുന്ന് കൊടുക്കുന്ന അതേ ഫോഴ്സ് തന്നെ ആയിരിക്കും മറ്റോടത്തുനിന്നും പോവാം. ആക്ക സംരക്ഷണ തത്വമാണ്. പരസ്പരം പ്രവർത്തിക്കുന്ന ഒറ്റപ്പെട്ട സംവിധാനത്തിലെ 2ഓ അതിലധികമോ ശരീരങ്ങൾക്ക് ഒരു ബാഹ്യബലം പ്രയോഗിച്ചില്ലെങ്കിൽ അവയുടെ മൊത്തം ആക്കം സ്ഥിരമായി നിലനിൽക്കും. അതിനാൽ ആക്കം സൃഷ്ടിക്കാനോ നശിപ്പിക്കാനോ കഴിയുന്നില്ല. ഇവിടെ വേറെ ആരും പുറത്തുനിന്ന് ഫോഴ്സ് കൊടുക്കുകയല്ലോ. ഇവരെന്താ ചെയ്യുന്നത്? 4 എണ്ണത്തിനെ പിന്നിലേക്ക് വലിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ആ 4 എണ്ണത്തിനെ പിന്നിലേക്ക് വലിച്ച് കൊടുക്കുമ്പോൾ ആ 4 ഫോഴ്സ് തന്നെ മുന്നിലോട്ടും പോവും. ഓക്കെ, ക്ലിയർ ആയില്ലേ? നെക്സ്റ്റ് 15th ക്വസ്റ്റ്യൻ. കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ആർ 2 ടൈപ്സ് ഓഫ് മെക്കാനിക്കൽ എനർജി. സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവുമാണ് യാന്ത്രികോർജ്ജത്തിൻ്റെ 2 രൂപങ്ങൾ. In which situation a stone of mass 4 kg will possess more energy when placed at a height of 2 meter or when traveling with a velocity of 2 meter per second? 2 മീറ്റർ ഉയരത്തിൽ ഇരിക്കുമ്പോഴാണോ 2 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ ചലിക്കുമ്പോഴാണോ 4 കിലോഗ്രാം മാസുള്ള ഒരു കല്ലിനെ കൂടുതൽ ഊർജ്ജം ലഭിക്കുക? ഉത്തരം സാധൂകരിക്കുക. അപ്പോൾ ഇവിടുത്തെ മാസ് എന്ന് പറയുന്നത് 4 കിലോഗ്രാം ആണ്, നമ്മുടെ സ്റ്റോണിൻ്റെ ആ ഒരു വെയിറ്റ്. എച്ച് എന്ന് പറയുന്നത് 2 മീറ്റർ. എന്താണ്? ഹൈറ്റ്. വെലോസിറ്റി പ്രവേഗം v ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. പൊട്ടൻഷ്യൽ എനർജി അഥവാ സ്ഥിതികോർജ്ജം കാണാനുള്ള ഇക്വേഷനാണ്, സമവാക്യമാണ് u ഈക്വൽ ടു എം ജി എച്ച്. എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാസ്, എച്ച് ഹൈറ്റ്, അതുപോലെ ജി നമുക്കറിയാം 9.8 ആണ്. ഇവിടെ നമ്മൾ 10 ആയിട്ട് എടുത്തേക്കുന്നത് കേട്ടോ. ചില സിറ്റുവേഷനിലൊക്കെ 10 എടുക്കാറുണ്ട്. 9 എടുത്തു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. 9.8 എടുത്താലും നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ 10 ആണ് എടുത്തിരിക്കുന്നത്. 4 × 10 × 2 80 ജൂളാണ് കിട്ടുക. കൈനറ്റിക് എനർജി അഥവാ ഗതികോർജ്ജം എന്ന് പറയുന്ന ഇക്വേഷൻ സമവാക്യം k ഈക്വൽ ടു 1/2 × mv². 1/2 × m 4 ആണ്. v സ്ക്വയർ എന്ന് പറഞ്ഞാൽ v 2 ആണ്. വിയുടെ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ക്വയർ 22 അല്ല കേട്ടോ, തെറ്റി എഴുതിയതാണ്. 2 സ്ക്വയർ എന്ന് എഴുതുക. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 × 4 16. 16 × ഹാഫ് എന്ന് പറഞ്ഞാൽ 16ൻ്റെ പകുതി. നമുക്ക് 8 ജൂൾ കിട്ടും. അപ്പോൾ ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതലുള്ളത്? പൊട്ടൻഷ്യൽ എനർജി ഈസ് മോർ. സ്ഥിതികോർജ്ജമാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. 16th ക്വസ്റ്റ്യൻ നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ട് അവിടെ. അത് ധ്രുവം, പോൾ, സെൻറ്റർ ഓഫ് എർത്ത്, ഭൂകേന്ദ്രം, ഭൂമധ്യരേഖ, ഇക്വേറ്റർ, ഇതൊക്കെ അവിടെ ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അസ്യൂം ദാറ്റ് എ ബോഡി ഓഫ് മാസ് 1 കിലോഗ്രാം ഇസ് കെപ്റ്റ് അറ്റ് 3 പ്ലേസസ് ഓഫ് എർത്ത് മാർക്ക്ഡ് ആസ് എ ബി സി. ഭൂമിയിൽ എ ബി സി എന്ന സ്ഥാനങ്ങളിൽ 1 കിലോഗ്രാം മാസുള്ള വസ്തു വയ്ക്കുന്നതായി കരുതുക. ഇൻ വിച്ച് പ്ലേസ് ദിസ് ബോഡി എക്സ്പീരിയൻസ് മാക്സിമം വെയ്റ്റ്. ഈ വസ്തുവിൻ്റെ ഭാരം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന സ്ഥാനം ഏത്? സ്ഥാനം എന്ന് പറയുന്നത് പോളിലാണ്, ധ്രുവത്തിലാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഒരു വസ്തുവിനെ അനുഭവപ്പെടുക കേട്ടോ. പോള് ധ്രുവം കണ്ടുല്ലോ, എ എന്നുള്ള ഭാഗം.
ഇനി അടുത്തത് ഇൻ വിച്ച് പ്ലേസ് ദിസ് ബോഡി എക്സ്പീരിയൻസ് മിനിമം വെയിറ്റ്, ഏറ്റവും ചെറിയ വെയിറ്റ്, ഏറ്റവും കുറവ് ഭാരം അനുഭവപ്പെടുന്ന സ്ഥാനം ഏത്? ഏറ്റവും കുറവ് ഭാരം ഉണ്ടാകുന്നത് ഭൂമധ്യരേഖയിലാണ് കേട്ടോ, അഥവാ ഇക്വേറ്റർ. ഭൂമിയുടെ കേന്ദ്രത്തിൻ്റെ ഭാരം, ഭൂമിൻ്റെ ആ സെൻറ്ററിൽ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഭാരം എന്ന് പറയുന്നത് എന്ത് സാധനം കൊടുന്ന് അവിടെ വെച്ചാലും അവിടുത്തെ ഭാരം 0 ആണ് കേട്ടോ. ഇനി ജസ്റ്റിഫൈ യുവർ ആൻസർ, നിങ്ങളുടെ ഉത്തരം സാധൂകരിക്കുക. അപ്പോൾ അത് തന്നെ നമ്മൾ എഴുതുക, ഭൂമിയുടെ കേന്ദ്രത്തിലെ ഭാരം 0 ആണ്. അറ്റ് സെൻറ്റർ ഓഫ് എർത്ത് വെയിറ്റ് ഈക്വൽ ടു 0 എന്ന് എഴുതി വെച്ചാൽ മതി. അതിനൊപ്പം ഒരു കാര്യം കൂടി എഴുതാം, ദ മാക്സിമം വെയിറ്റ് ഇൻ എ ബോഡി വെൻ എ ബോഡി കെപ്റ്റ് ഇൻ എർത്ത് ഈസ് അറ്റ് പോൾ, മാക്സിമം വെയിറ്റ് ഒക്കർ അറ്റ് പോൾ, അങ്ങനെ എഴുതി വയ്ക്കുക. ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നത് അതിൻ്റെ ധ്രുവ ഭാഗത്താണ് എന്ന് എഴുതി വയ്ക്കുക. നെക്സ്റ്റ് 17th ക്വസ്റ്റ്യൻ, 10 കിലോഗ്രാം മാസ് ഉള്ള ഒരു കല്ല് തറയിൽ നിന്നും 5 മീറ്റർ ഉയരമുള്ള 2ാം നിലയിലേക്കും അവിടെ നിന്നും 3 മീറ്റർ ഉയരമുള്ള 3ാം നിലയിലേക്കും ഉയർത്തി. അവിടുത്തെ ജി കൊടുത്തിരിക്കുന്നത് 10 മീറ്റർ പെർ സെക്കൻഡ് ആണ് കേട്ടോ. ഇങ്ങനെ ഗ്രാവിറ്റി തന്നിട്ടില്ലെങ്കിൽ നമ്മൾ 9.8 ആണ് എടുക്കുക. ഓക്കെ, നോർമലി 9.8 ആണ് എടുക്കുക കേട്ടോ. തന്നിട്ടുണ്ടെങ്കിൽ 10 തന്നെ നിങ്ങൾ എടുക്കുക. തറനിരപ്പിനെ അപേക്ഷിച്ച് കല്ലിൻ്റെ സ്ഥിതികോർജം കണക്കാക്കുക. എ സ്റ്റോൺ ഓഫ് മാസ് 10 kilogram is lifted to the second floor, which is height 5 meter from the ground. It is lifted again to the third floor, which is height of 3 meter from the second floor. Calculate the potential energy of the stone with respect to the ground. പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള അല്ലെങ്കിൽ സ്ഥിതികോർജം കാണാനുള്ള ഇക്വേഷൻ സമവാക്യം നമ്മൾ പറഞ്ഞു, U = mgh ആണെന്ന് പറഞ്ഞു. എം എന്ന് പറയുന്നത് ഇവിടെ 10 കിലോഗ്രാം ആണ് തന്നിട്ടുണ്ട്. ഹൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു ഗ്രൗണ്ടിൽ നിന്ന് ആദ്യത്തെ നില വരെ 5 മീറ്ററും 2ാമത്തെ നിലയിൽ നിന്ന് 3ാമത്തെ നിലയിലേക്ക് 3 മീറ്ററും ആയിരുന്നു. അപ്പോൾ 5 + 3, ഗ്രൗണ്ടിൽ നിന്ന് 3ാമത്തെ നില വരെ 2 ഹൈറ്റും കൂടി കൂട്ടുക, 8 മീറ്റർ കിട്ടും. ഗ്രാവിറ്റി ഇവരിവിടെ 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ആ ഒരു ഗുരുത്വാകർഷണം. അപ്പോൾ നമ്മൾ mgh എന്ന് പറയുമ്പോൾ 10 × 10 × 8 800 ജൂൾ കിട്ടും നമുക്ക് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി അല്ലെങ്കിൽ സ്ഥിതികോർജം എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ജൂൾ എന്ന് പറയുന്നത് എനർജിയുടെ യൂണിറ്റ് ആണ് കേട്ടോ. നെക്സ്റ്റ് 18th ക്വസ്റ്റ്യൻ, 2 പിക്ചർ തന്നിട്ടുണ്ട്. അപ്പോൾ ചിത്രത്തിൽ കാണുന്ന ഉപകരണങ്ങളുടെ പേര് എഴുതുക. നെയിം ദ ഡിവൈസ് ഇൻ ദ ഫിഗർ എന്ന് ആദ്യം ചോദിച്ചിരിക്കുന്നത്. ആദ്യത്തെ നമുക്കറിയാം കോമൺ ബാലൻസ് ആണ്, സാധാരണ ത്രാസാണ്. രണ്ടാമത്തത് ഈ ഒരു ത്രാസിൻ്റെ മലയാളത്തിൽ തുലാസ് എന്നും പറയാറുണ്ട് കേട്ടോ. രണ്ടാമത്തത് നമുക്കറിയാം സ്പ്രിംഗ് ബാലൻസ് ആണ്, വില്ലു തുലാസ് എന്ന് നമ്മൾ പറയും. ഒരു വസ്തുവിൻ്റെ ഭാരം അളക്കാൻ ഇവയിൽ ഏത് ഉപകരണമാണ് ഉപയോഗിക്കുന്നത്? വിച്ച് അമംഗ് ദീസ് ഡിവൈസ് ഈസ് യൂസ് ടു മെഷർ വെയ്റ്റ് ഓഫ് എ ബോഡി? സ്പ്രിംഗ് ബാലൻസ് അല്ലെങ്കിൽ വില്ലു തുലാസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. വാട്ട് ഡു യു മീൻ ബൈ 1 kilogram വെയ്റ്റ്? 1 കിലോഗ്രാം ഭാരം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? 1 kilogram വെയ്റ്റ് ഈസ് ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എക്സേർട്ടഡ് ബൈ ദ എർത്ത് ഓൺ ആൻ ഒബ്ജക്റ്റ് ഓഫ് മാസ് 1 kilogram. 1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൽ ഭൂമി ചെലുത്തുന്ന ആകർഷണ ബലമാണ് 1 kilogram വെയ്റ്റ്. അങ്ങനെയാണ് നമ്മൾ എഴുതുക കേട്ടോ, ഷോർട്ട് ഫോമിൽ. ക്ലിയർ ആയല്ലോ? ഭൂമി ചെലുത്തുന്ന ഒരു ആകർഷണ ബലം ആർക്ക്? 1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൽ, അതാണ് 1 കിലോഗ്രാം വെയ്റ്റ്. നെക്സ്റ്റ് 19th ക്വസ്റ്റ്യൻ, 1000 കിലോഗ്രാം മാസുള്ള ഒരു കാറിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട പ്രവേഗ സമയ ഗ്രാഫാണ് തന്നിരിക്കുന്നത്. വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എ മൂവിംഗ് കാർ ഓഫ് 1000 kilogram ഇസ് ഗിവൺ. കാറിൻ്റെ ത്വരണം കണ്ടെത്തുക. ഫൈൻഡ് ഔട്ട് ദ ആക്സിലറേഷൻ ഓഫ് ദ കാർ. ആക്സിലറേഷൻ കാണാനായിട്ട് A = V - U/T. V എന്ന് പറയുന്നത് പ്രവേഗം, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, വെലോസിറ്റി. അത് ഫൈനൽ വെലോസിറ്റി. ഓക്കെ, അന്ത്യപ്രവേഗമാണ് V. U എന്ന് പറയുന്നത് എന്താണ്? ഇനീഷ്യൽ വെലോസിറ്റി അല്ലെങ്കിൽ ആദ്യ പ്രവേഗം എന്ന് പറയും. T എന്ന് പറയുന്നത് സമയം. അപ്പോൾ ഇവിടെ ആദ്യ പ്രവേഗം എന്ന് പറയുന്നത് 0 ആണ്. ആ കാറിൻ്റെ വര സ്റ്റാർട്ട് ചെയ്തത് ആ ലൈനാണ് കാറ് സഞ്ചരിക്കുന്ന ദൂരം കേട്ടോ. അപ്പോൾ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് കാർ എപ്പോഴും റെസ്റ്റിൽ നിന്നാണല്ലോ സഞ്ചരിക്കുക, അപ്പോൾ 0. V എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗം. എവിടെയാണ് അവസാനിക്കുന്നത്? അവസാനിക്കുന്ന പ്രവേഗം എന്ന് പറയുന്നത് 20ലാണ്. ഓക്കെ, വെലോസിറ്റിയുടെ ഭാഗം നോക്കുക. അവിടെ അവസാനിക്കുന്ന സമയം എന്ന് പറയുന്നത് താഴെ നോക്കിയ 10ലാണ് ടൈമിൻ്റെ അവിടെ അവസാനിക്കുന്നത്. അപ്പോൾ 20 - 0 എങ്ങനെയാണ്? V - U ആണല്ലോ. അപ്പോൾ ഫൈനലിൽ നിന്ന് ഇനീഷ്യൽ കുറയ്ക്കുക, അന്ത്യപ്രവേഗത്തിൽ നിന്ന് ആദ്യ പ്രവേഗം കുറയ്ക്കുക ബൈ 10 അടുത്ത സമയം. നമുക്ക് 2 m/s² കിട്ടും. ഇനി കാറിൽ അനുഭവപ്പെട്ട ബലം എത്ര? വാട്ട് ഈസ് ദ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ കാർ? ഫോഴ്സ് കാണാനുള്ള ഇക്വേഷൻ MA ആണ്, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇവിടെ മാസ് എന്ന് പറയുന്നത് 1000 ആണ്. ആക്സിലറേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, ത്വരണം. A എന്ന് പറയുന്നത് ത്വരണം ഇൻറ്റു 2 ആണ്. അപ്പോൾ 2000 Newton. അതാണ് അവിടുത്തെ ബലം, ഫോഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് 20 മുതൽ 22 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 2 എണ്ണത്തിന് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 4 മാർക്ക് വീതമാണ് കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ് ദ റീസൺ, കാരണം കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. 20th ക്വസ്റ്റ്യൻ, കരാട്ടെ അഭ്യാസി കൈകൾ വളരെ വേഗത്തിൽ വീശി കടുപ്പമുള്ള ഇഷ്ടികകൾ തകർക്കുന്നു. കരാട്ട എക്സ്പേർട്ട് മൂവ് ദെയർ ഹാൻഡ് വിത്ത് ഗ്രേറ്റ് സ്പീഡ് ടു ബ്രേക്ക്
സ്ട്രോങ് ബ്രിക്സ്. അപ്പോൾ എങ്ങനെയാണത്? ടു ഇൻക്രീസ് ഇമ്പൾസ് ബൈ ഡിക്രീസിങ് ടൈം ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം. നമ്മൾ പറഞ്ഞു സമയം കുറയ്ക്കുന്നതിലൂടെ ആവേഗം വർദ്ധിപ്പിക്കുന്നു. ആവേഗം അല്ലെങ്കിൽ നമ്മൾ പറയും ഇമ്പൾസിനെ ആഘാതം കുറയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾ വീശിയിട്ടടിക്കുകയാണ് ആണല്ലോ. കരാട്ടെ അഭ്യാസി കൈകൾ വളരെ വേഗത്തിലാണ് വീശുന്നത്. അപ്പോൾ സമയം അവിടെ കൂടുകയാണ്. അപ്പോൾ അവിടെ കൊടുക്കുന്ന ആഘാതം അത് കുറയും. അപ്പോൾ കയ്യിന് കൊടുക്കുന്ന ആ ഒരു വേദന പെയിൻ എന്ന് പറയുന്നത് കുറവാണ് വരിക. അപ്പോൾ എന്തുകൊണ്ടാണ്? ഫോഴ്സ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ടൈം ആയതുകൊണ്ട്, ബലം സമയത്തിന് വിപരീത അനുപാതമായതുകൊണ്ട്. ക്ലിയർ ആയല്ലോ. അപ്പോൾ വീശി അങ്ങോട്ട് വേഗത്തിലടിക്കുമ്പോൾ അവിടെ കൊടുക്കുന്ന ആഘാതം എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ ഫോഴ്സ് കൂടുമ്പോൾ ഇഷ്ടിക വേഗം തകരും. രണ്ടാമത്തത്, ക്രിക്കറ്റ് ബോൾ പിടിക്കുമ്പോൾ ബോളിനൊപ്പം കൈ പുറകോട്ട് വലിക്കുന്നു. വൈൽ ക്യാച്ചിങ് എ ക്രിക്കറ്റ് ബോൾ ദ പ്ലെയർ ഡ്രോ ഹിസ് ഹാൻഡ് ബാക്ക്വേർഡ് അലോങ് വിത്ത് ദ ബോൾ. എന്തുകൊണ്ടാണ്? സമയം വർദ്ധിപ്പിച്ച് ആ വേഗം അല്ലെങ്കിൽ ആഘാതം കുറയ്ക്കും. അപ്പോൾ ടു ഡിക്രീസ് ഇമ്പൾസ് ബൈ ഇൻക്രീസിങ് ടൈം. അപ്പോൾ നമ്മൾ ആ ഒരു ബോൾ ഇങ്ങനെ സ്പീഡിൽ വരുമ്പോൾ ആ ബോൾ കൈ ഇങ്ങനെ ബാക്കിലോട്ട് വലിക്കുമ്പോൾ ഒന്നും കൂടിയും ബോൾ വരേണ്ട ആ ഒരു സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം എന്ന് പറയുന്നത് ഒന്നും കൂടി കൂടുകയാണല്ലോ. 5 സെക്കൻഡിൽ നമ്മുടെ കയ്യിലേക്ക് എത്തേണ്ട ബോളാണെങ്കിൽ നമ്മൾ കൈ കുറച്ചും കൂടി ബാക്കിലേക്ക് വെക്കുമ്പോൾ അതൊരു 6 സെക്കൻഡോ 7 സെക്കൻഡോ ആയിട്ട് മാറുന്നു. അങ്ങനെ ആ ഒരു ടൈം കൂടുമ്പോൾ അവിടുത്തെ ആഘാതം ഇമ്പൾസ് കുറയുന്നു. അപ്പോൾ നമ്മുടെ കയ്യിനെ ഏൽക്കുന്ന ആ ഒരു ഫോഴ്സ് എന്ത് ചെയ്യും? കുറയും. അപ്പോൾ പെയിൻ കുറയും. ഇനി സി ക്വസ്റ്റ്യൻ, ഓടി വരുന്ന അത്ലറ്റിക് ഫിനിഷിംഗ് ലൈനിൽ എത്തിയാലുടൻ ഓട്ടം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. എ റണ്ണിങ് അത്ലറ്റ് കനോട്ട് സ്റ്റോപ്പ് ഹിംസെൽഫ് എബ്രുവേറ്റ്ലി അറ്റ് ദ ഫിനിഷിംഗ് ലൈൻ ഇൻ എ റേസ്. എന്തുകൊണ്ടാണ്? ചലനത്തിൻ്റെ നിഷ്ക്രിയത്വം അല്ലെങ്കിൽ എന്താ നമ്മൾ പറയുക? ചലന ജാഡത്യം എന്ന് നമ്മൾ പറയും. നിഷ്ക്രിയത്തിന് എഴുതണ്ട, അത് നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും. ജാഡത്വം എന്ന് എഴുതുക. ഇനേഷ്യ ഓഫ് മോഷനാണ്. കാരണം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് പെട്ടെന്നൊരു റെസ്റ്റ് കണ്ടീഷനിലേക്ക് എത്താൻ പറ്റില്ല. അവർ കുറച്ച് ദൂരം കൂടി മുന്നോട്ട് പോയിട്ട് നിൽക്കുള്ളൂ. നമ്മളൊരു ബസ്സിൽ നിന്ന് ഓടി ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം മൂവ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ ഡി, ഉരുണ്ടുവരുന്ന ഒഴിഞ്ഞ ടാർ വീപ്പ പിടിച്ചു നിർത്താൻ എളുപ്പമാണ്. എന്നാൽ ഉരുണ്ടുവരുന്ന ടാർ നിറച്ച വീപ്പയെ പിടിച്ചു നിർത്താൻ കൂടുതൽ പ്രയാസമാണ്. It is easy to stop a rolling empty drum, but it is difficult to stop a rolling drum filled with a tar. എക്സാമ്പിൾ അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ്? മാസ് കൂടുന്നതിനനുസരിച്ച് ജഡത്വം വർദ്ധിക്കുന്നു. ഇനേഷ്യ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസിങ് മാസ്. അവിടെ മാസ് കൂടുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ വെയിറ്റ് കൂടുകയാണെങ്കിൽ അത് വരുന്ന സ്പീഡും കൂടും, ഇനേഷ്യ ഓഫ് മോഷനും കൂടും. വരുന്ന ആ ഒരു സാധനം അതിലൊന്നുമില്ലെങ്കിൽ ഇനേഷ്യ ഓഫ് മോഷൻ കുറവായിരിക്കും, പെട്ടെന്ന് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാസ് എന്ന് പറയുന്നത് ചലനജാഡത്യം അല്ലെങ്കിൽ ഇനേഷ്യ ഓഫ് മോഷന് എന്താണ്? പ്രൊപ്പോർഷണാലിറ്റിയാണ്. ഒരെണ്ണം കൂടുമ്പോൾ അതും കൂടുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 21, ഒരു വസ്തുവിൻ്റെ വൃത്തപാതയിലുള്ള ചലനമാണ് വർത്തുള്ള ചലനം. ദ മോഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് അലോങ് എ സർക്കുലർ പാത്ത് ഈസ് നോൺ ആസ് സർക്കുലർ മോഷൻ. അഭികേന്ദ്ര ത്വരണം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? വാട്ട് ഈസ് മെന്റ് ബൈ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ? The acceleration experienced by an object in a circulation motion along the radius towards the center of the circle is known as centripetal acceleration. വൃത്താകൃതിയിലുള്ള ചലനത്തിൽ ഒരു വസ്തുവിന് വൃത്തത്തിൻ്റെ മധ്യഭാഗത്തേക്ക് ദൂരത്തിൽ അനുഭവപ്പെടുന്ന ത്വരണം അഭികേന്ദ്ര ബലം എന്നറിയപ്പെടുന്നു. ഒരു സർക്കുലർ മോഷനിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒബ്ജക്റ്റ്, അതിനൊരു ആക്സിലറേഷൻ അല്ലെങ്കിൽ അതിനൊരു ത്വരണം തോന്നുകയാണ്. എപ്പോൾ? അലോങ് ടു ദ റേഡിയസ് ടുവേർഡ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. ആ സർക്കിളിൻ്റെ സെൻറ്ററിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ അതിൻ്റെ സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ എന്ന് പറയുന്നു. റേഡിയസിലൂടെ പോയിട്ട് സെൻറ്ററിൻ്റെ ആ ഒരു സർക്കിളിൻ്റെ സെൻറ്ററിലേക്കാണ് അത് എത്തുന്നത്. അതുകൊണ്ട് സെൻട്രൽ പെട്രൽ ഫോഴ്സ് എന്ന് നമ്മൾ പറയും. ഇനി നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ, അതിൻ്റെ 4 കിലോഗ്രാം മാസുള്ള ഒരു ഹാമർ 5 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തോടെ 2 മീറ്റർ ആരമുള്ള വൃത്തപാതയിൽ വർത്തുള്ള ചലനത്തിന് വിധേയമായാൽ അനുഭവപ്പെടുന്ന അഭികേന്ദ്ര ബലം കണക്കാക്കുക. എ ഹാമർ ഓഫ് മാസ് 4 കിലോഗ്രാം is subjected to circular motion along a circular path of radius 2 meter with a velocity of 5 meter per second. Calculate its centripetal force. Centripetal force കാണാനുള്ള ഇക്വേഷൻ F equal to mv square by r. m എന്ന് പറയുന്നത് 4 കിലോഗ്രാം ആണ്, v എന്ന് പറയുന്നത് 5 മീറ്റർ പെർ സെക്കൻഡ് ആണ്, r എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. ഇത് നമ്മൾ ഇക്വേഷനിൽ കൊടുക്കുക. 4 × 5 സ്ക്വയർ ബൈ 2 എന്നുള്ളത്. 5 സ്ക്വയർ നമുക്ക് 25 ആണെന്നറിയാം. 25 × 4 100 ആണ്. 100 by 2 50 മീറ്റർ നമുക്ക് ആൻസർ കിട്ടും. ഇക്വേഷൻസ് ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ. അതിലെ സി ക്വസ്റ്റ്യൻ, വർത്തുള്ള ചലനത്തിനിടയിൽ അഭികേന്ദ്ര ബലം നഷ്ടമായാൽ ഹാമറിന് എന്ത് സംഭവിക്കും? What happens to the hammer which is under circular motion if it loses the centripetal force? ആ റേഡിയസിലൂടെ സെൻറ്ററിലേക്കുള്ള ഒരു ഫോഴ്സ് ആണ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. അപ്പോൾ ആ ഫോഴ്സ് ഉള്ളതുകൊണ്ടാണ് ഇത് സർക്കുലർ മോഷനിൽ അല്ലെങ്കിൽ ആ ഒരു ചലനത്തിൽ വർത്തുള്ള ചലനത്തിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് നഷ്ടപ്പെട്ടാൽ എന്താ സംഭവിക്കുക? ദ ഹാമർ വിൽ ത്രൂൺ ഓഫ് അലോങ് ദ ടാൻജൻറ്റ് അറ്റ് ദാറ്റ് പോയിന്റ്. ആ ഘട്ടത്തിൽ ചുറ്റിക ടാൻജൻറ്റിലൂടെ വലിച്ചെറിയപ്പെടും. ടാൻജൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയേ,
മുകളിലും സൈഡിലൊക്കെ ആയിട്ട് റെഡ് കളറിലും ഓറഞ്ച് കളറിലും അതുപോലെ പിങ്ക് കളറിലൊക്കെ ആ ഒരു സർക്കിളിൻ്റെ പുറത്തേക്ക് വരയ്ക്കുന്ന വരയുണ്ടല്ലോ, അതാണ് ടാൻജൻറ്റ്. അതിലൂടെ പോയിട്ട് എന്ത് ചെയ്യും, അത് അങ്ങോട്ട് വീഴും, വലിച്ചെറിയപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഫോഴ്സ് എപ്പോഴും ഒരു സർക്കുലാർ മോഷൻ അല്ലെങ്കിൽ ഒരു വട്ടത്തിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നതിനുള്ള കാരണം, എന്ത് സാധനമായാലും കറങ്ങുന്നതിനുള്ള കാരണം അതിന് സെൻറ്ററിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ട്, സെൻട്രിപിറ്റൽ ഫോഴ്സ് ഉണ്ട്, അതുകൊണ്ടാണ് അത് കറങ്ങുന്നത്. അല്ലെങ്കിൽ അത് എവിടേക്കെങ്കിലും വലിച്ചെറിയപ്പെടും, ഓക്കെ, എവിടേക്കെങ്കിലും പോയി വീഴും. Question number 22. Work is said to be done only when a body undergoes displacement in the direction of the applied force. ബലപ്രയോഗ ദിശയിൽ സ്ഥാനാന്തരം ഉണ്ടായാൽ മാത്രമാണ് പ്രവൃത്തി ചെയ്തതായി കണക്കാക്കുന്നത്. പ്രവൃത്തിയുടെ യൂണിറ്റ് എഴുതുക. വാട്ട് ഈസ് ദ SI യൂണിറ്റ് ഓഫ് വർക്ക്? ജൂൾ ആണ് ആൻസർ കേട്ടോ. ജെ ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ബി ക്വസ്റ്റ്യൻ. 5 കിലോഗ്രാം മാസുള്ള ഒരു ബാഗുമായി നിൽക്കുന്ന കുട്ടി ഗുരുത്വാകർഷണത്തിന് എതിരെ ചെയ്യുന്ന പ്രവൃത്തി എത്ര? A child is standing with a bag of mass 5 kg. What is the work done against gravitational force? അപ്പോൾ വർക്ക് കാണാനുള്ള ഇക്വേഷൻ ആണ് MGH, അല്ലെങ്കിൽ പ്രവൃത്തി കാണാനുള്ള ഇക്വേഷൻ MGH ആണ്. M ഫോർ മാസ്, G ഫോർ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ ഗുരുത്വാകർഷണം, H ഫോർ ഹൈറ്റ് ആണ് കേട്ടോ, ഉയരം. ഇവിടെ നമുക്ക് 0 ആണ് വരുന്നത്. കാരണം എന്താ, 5 കിലോഗ്രാം മാസുള്ള ബാഗായിട്ടാണ് കുട്ടി ഗുരുത്വാകർഷണത്തിന് എതിരായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഗുരുത്വാകർഷണത്തിന് എതിരാകുമ്പോൾ നമുക്ക് 0 ആണ് അവിടുത്തെ വർക്ക് വരിക. വാട്ട് ഈസ് ദ വർക്ക് ഡൺ അഗെയിൻസ്റ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? ഇനി സി, ഇതേ ബാഗ് 2 മീറ്റർ ഉയരമുള്ള അലമാരയുടെ മുകളിൽ വെക്കുമ്പോൾ കുട്ടി ഗുരുത്വാകർഷണത്തിന് എതിരെ ചെയ്യുന്ന പ്രവൃത്തി എത്ര? ഇവിടെ ഗുരുത്വാകർഷണ ഭരണം നമുക്ക് 10 മീറ്റർ പെർ സെക്കൻഡ് തന്നിട്ടുണ്ട് കേട്ടോ. ദ സെയിം ബാഗ് ഈസ് ലിഫ്റ്റഡ് ആൻഡ് പ്ലേസ്ഡ് അബവ് ആൻ അലമാര ഓഫ് ഹൈറ്റ് 2 മീറ്റർ ബൈ ദ ചൈൽഡ്. അപ്പോൾ MGH എന്ന് പറയുമ്പോൾ 5 കിലോഗ്രാം ഉള്ള ബാഗാണ്. 5 × 10 എന്ന് പറയുന്നത് ഇവിടുത്തെ ഗുരുത്വാകർഷണ ബലമാണ്. × 2 എന്ന് പറയുന്നത് ഇവിടുത്തെ ഹൈറ്റ് ആണ്. ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 100 ജൂൾ ആണ് ഇവിടുത്തെ ആൻസർ കിട്ടുക കേട്ടോ. നെക്സ്റ്റ് ഡി ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്ന സന്ദർഭങ്ങളിൽ പോസിറ്റീവ് പ്രവൃത്തി, നെഗറ്റീവ് പ്രവൃത്തി എന്നിവ കണ്ടെത്തി എഴുതുക. ഫൈൻഡ് ഔട്ട് വെദർ ദ വർക്ക് ഡൺ ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻ ഈസ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്. ഒരു വസ്തു താഴേക്ക് വീഴുമ്പോൾ ഗുരുത്വാകർഷണം ചെയ്യുന്ന പ്രവൃത്തി. വാട്ട് ഈസ് ദ വർക്ക് ഡൺ ബൈ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓൺ എ ഫ്രീലി ഫാളിംഗ് ബോഡി? അത് പോസിറ്റീവ് ആയിരിക്കും. നിരപ്പായ പ്രതലത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവിൽ ഘർഷണബലം ചെയ്യുന്ന പ്രവൃത്തി. ദ വർക്ക് ഡൺ ബൈ ദ ഫ്രിക്ഷണൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ആൻ ഒബ്ജക്ട് മൂവിങ് അലോങ് എ പ്ലെയിൻ സർഫസ്. അത് നെഗറ്റീവ് ഫോഴ്സ് ആയിരിക്കും. വേറൊരു ഫോഴ്സ് അവിടെ എക്സേർട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അത് നെഗറ്റീവ് ആയിരിക്കും. സോ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ എല്ലാ വീഡിയോസും എക്സാമിന് മുൻപായിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. താങ്ക് യു.